മാവൂരിലെ വയലുകളെ കാർഷിക യോഗ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ എത്തിച്ച അഗ്രോ ഡ്രഡ്ജ് ഗ്രാഫ്റ്റ് എന്ന യന്ത്രം ജലനിരപ്പ് ഉയർന്നതുപോലെ മുങ്ങിപ്പോയി. ലക്ഷക്കണക്കിന് രൂപ വില വരുന്ന യന്ത്രം വെള്ളത്തിൽ മുങ്ങിപ്പോയതോടെ കാർഷിക വകുപ്പിനും വലിയ നഷ്ടമുണ്ടാകുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. 8 മാസം മുമ്പ് മാവൂരിലെ വയലുകളെ കാർഷിക യോഗ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ എത്തിച്ചതായിരുന്നു അഗ്രോ ഡ്രഡ്ജ് ഗ്രാഫ്റ്റ് എന്ന യന്ത്രം. വിരലിലെണ്ണാവുന്ന ദിവസങ്ങളിൽ മാത്രം ഈ യന്ത്രം പ്രവർത്തിപ്പിച്ചു. എന്നാൽ കൃഷിയിടങ്ങളിൽ കെട്ടിക്കിടക്കുന്ന വെള്ളം ഒഴിവാക്കാൻ ഈ യന്ത്രത്തിന്റെ പ്രവർത്തനം കൊണ്ട് സാധിച്ചിരുന്നില്ല. അതിനുശേഷം മാവൂർ പൈപ്പ് ലൈൻ റോഡരികിലെ പുത്തൻകുളത്ത് വെള്ളക്കെട്ടിൽ വെയിലേറ്റ് കിടക്കുകയായിരുന്നു ഇതുവരെ ഈ യന്ത്രം. മഴ ശക്തമായതോടെ വെള്ളക്കെട്ടിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുകയും യന്ത്രം മുങ്ങിപ്പോവുകയും ചെയ്തു. യന്ത്രം മുങ്ങിയതോടെ ഇതിനുള്ളിലുള്ള ഓയിലും ഡീസലും ഈ ഭാഗത്തെ നീർത്തടങ്ങളിലാകെ പരന്നൊഴുകുകയാണ്. ഇത് ജലാശയങ്ങളിലെത്തുന്ന ദേശാടന പക്ഷികൾക്കും ഇവിടെയുള്ള മത്സ്യസമ്പത്തിനും വലിയ വെല്ലുവിളിയാണ് സൃഷ്ടിക്കുന്നത്. കൂടാതെ ലക്ഷക്കണക്കിന് രൂപ വില വരുന്ന യന്ത്രം വെള്ളത്തിൽ മുങ്ങിയതോടെ കാർഷിക വകുപ്പിനും വലിയ നഷ്ടമാണ് ഉണ്ടായതെന്ന് നാട്ടുകാർ പറയുന്നു. വയലുകൾ നീക്കം ചെയ്തിട്ട് ഇവിടെ വെള്ളം വറ്റിച്ച് ഈ തോട് വീതി കൂട്ടി ആഴം കൂട്ടി കൃഷി യോഗ്യമാക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലൊരു തീരുമാനം കൃഷി വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. ഇവിടുത്തെ മാവൂരിലെ കൃഷി ഓഫീസർ കൂടെ അതുപോലെ തന്നെ ഉന്നത ഉദ്യോഗസ്ഥന്മാരടക്കം വന്ന് കാര്യങ്ങൾ പഞ്ചായത്ത് ഭരണസമിതിയിലുള്ള ആളുകളൊക്കെ വന്ന് കാര്യങ്ങൾ പരിശോധിച്ചിട്ടാണ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത്. എന്നാൽ ഇവിടെ ഒരു പ്രവർത്തനം നടന്നില്ല എന്ന് മാത്രമല്ല, ഈ യന്ത്രം ഇപ്പോൾ പൂർണ്ണമായും തകരാറിലായിട്ട് കിടക്കാൻ തുടങ്ങി ഏകദേശം 7 മാസമായി. ഇതിപ്പോൾ ഇവിടെ ഇന്നലെ പെയ്ത മഴയ്ക്ക് ഈ യന്ത്രം വെള്ളത്തിൻ്റെ അടിയിലായി കൊണ്ടിരിക്കുകയാണ്. പൂർണ്ണമായും ഈ യന്ത്രം വെള്ളത്തിൻ്റെ അടി ആവുന്നതോടുകൂടി ഇതിലെ ഓയിലും ഡീസലും ഇപ്പോൾ ഒഴുകുന്ന ഒരു സ്ഥിതിയാണ്. നിങ്ങൾ വീഡിയോയിൽ നോക്കി ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാവും. ഇത് ഇവിടുത്തെ പക്ഷികളുടെയും അതുപോലെ തന്നെ ഈ വെള്ളത്തിലുള്ള മത്സ്യങ്ങളുടെയൊക്കെ ആവാസ വ്യവസ്ഥയ്ക്ക് അപകടം ഉണ്ടാക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് എത്രയും പെട്ടെന്ന് ഇത് ഇവിടെ നിന്നും ഒഴിവാക്കി ഈ ഇത്തരത്തിലുള്ള മാലിന്യം ഉണ്ടാവാതിരിക്കാനുള്ള നടപടിക്രമങ്ങൾ ബന്ധപ്പെട്ടവർ സ്വീകരിക്കണമെന്നാണ്. അതേസമയം പേരാമ്പ്രയിൽ നിന്നും എത്തിച്ച യന്ത്രം മറ്റൊരു പ്രവൃത്തി ലഭിക്കുന്നതിന്റെ കാലതാമസം കൊണ്ടാണ് മാവൂരിലെ വെള്ളക്കെട്ടിൽ സൂക്ഷിച്ചതെന്നാണ് കാർഷിക വകുപ്പിൽ നിന്നും ലഭിക്കുന്ന മറുപടി. ഏതായാലും ഇത്തരത്തിലൊരു കാർഷിക യന്ത്രം ആരും തിരിഞ്ഞു നോക്കാതെ ഇങ്ങനെ നശിപ്പിക്കുന്നതിൽ നാട്ടുകാർക്കിടയിൽ പ്രതിഷേധം ഉയരുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, മാവൂർ.